രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിക്കുന്നു, മന്ത്രിയാവുന്നു. പിന്നീട് തുടർച്ചയായി 25 വർഷത്തോളം ഒരേ മണ്ഡലത്തിലെ എം.എൽ.എ ആയി പ്രവർത്തിക്കാൻ സാധിക്കുക. ഇതൊക്കെ വളരെ അപൂർവം ജനപ്രതിനിധികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. അത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ശ്രീ കെ.ബി. ഗണേഷ് കുമാർ. നമുക്കറിയാം, പത്തനാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 25 വർഷമായിട്ട് അത് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമാണ്. പലപ്പോഴും അദ്ദേഹം പല മുന്നണികളിലോട്ട് മാറിയിട്ടുണ്ട്. വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പത്തനാപുരംകാർ അദ്ദേഹത്തിനെ കൈവിട്ടിട്ടില്ല. അപ്പോൾ പത്തനാപുരത്തിൻ്റെ നമ്മളൊരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആദ്യം CPIൻ്റെ ഒരു കുത്തകയായിരുന്നു ശരിക്കും. അതായത് 57 അവിടെ CPIയുടെ N രാജഗോപാലൻ നായരായിരുന്നു, അദ്ദേഹമായിരുന്നു അവിടുത്തെ MLA. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബാലകൃഷ്ണപിള്ള, നമ്മുടെ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള, അദ്ദേഹം വന്ന് കോൺഗ്രസിലായിരുന്ന സമയത്ത് അദ്ദേഹം, നമുക്കറിയാം, ഒരു മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. പിന്നീടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് അദ്ദേഹം രൂപീകരിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പും കേരള കോൺഗ്രസ് B ഗ്രൂപ്പ് വരണതും. ഇപ്പൊ നമുക്ക് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് B ഗ്രൂപ്പാണ്. എനിക്ക് തോന്നുന്നു ആകെ ഒരേ ഒരു MLA ഉള്ളൂ ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭയിൽ. നമ്മുടെ ഇപ്പൊ LDFൽ ഒരേ ഒരു ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് B ഗ്രൂപ്പിൽ ഒരേ ഒരു MLA, അത് കെ.ബി. ഗണേഷ് കുമാർ തന്നെയുള്ളൂ. പിന്നീട് 1960 അദ്ദേഹം MLA ആയിരുന്നു, ബാലകൃഷ്ണപിള്ള. അതിനുശേഷം 67 മുതൽ ഏകദേശം ഒരു 3 ടേമിൽ ഏകദേശം 82 വരെ അവിടെ CPI ആയിരുന്നു വിജയിച്ചിരുന്നത്. പിന്നീട് 82 നടന്ന ഇലക്ഷനിലാണ് അവിടെ കേരള കോൺഗ്രസിലെ ജോർജ് വിജയിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ പറയുന്ന പോലെ തന്നെ CPI വന്നിട്ടുണ്ട്. 1987 മുതൽ 2001 നടന്ന ഇലക്ഷൻ വരെ അവിടെ വീണ്ടും ഇടതുപക്ഷത്തിന്റെ ഒരു, എന്താ പറയുക, ഇടതുപക്ഷം കൈയടക്കി വാഴുന്നിരുന്ന ഒരു മേഖല തന്നെയായിരുന്നു പത്തനാപുരം. അത് കഴിഞ്ഞിട്ടാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ ഒരു തേരോട്ടം ആരംഭിക്കുന്നത് 2001. നമുക്ക് അതിനു മുമ്പ് ഗണേഷ് കുമാർ ഒരു സിനിമാ നടനാണ്. അദ്ദേഹം രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച, അതായത് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവ് രാഷ്ട്രീയക്കാരനാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഗണേഷ് കുമാർ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരും, അതായത് സിനിമാക്കാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കാരണം മന്ത്രിപുത്രനാണ്. പിന്നെ നമ്മുടെ നടൻ മോഹൻലാലിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ളയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇ.കെ. നായനാരുടെ കൂടെയും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചിരുന്നു, ചാരായ നിരോധനം വന്ന A.K. ആന്റണി മന്ത്രിസഭ നിരോധിച്ച സമയത്ത് അന്ന് റിട്ടയർ ആയ ശേഷം ഇവരുടെയൊക്കെ ലോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഗണേഷ് കുമാറിന് മോഹൻലാലുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് വളരെ ചെറുപ്പകാലം മുതൽ. പിന്നീട് ഈ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ട്, അതിനു മുമ്പ് അങ്ങനെ കെ.ബി. ഗണേഷ് കുമാർ ഭയങ്കര രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നില്ല തോന്നുന്നു. രാഷ്ട്രീയ കുടുംബമാണ് അദ്ദേഹം, ഒരു കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിച്ചിരുന്നതാണ്. അച്ഛൻ്റെ രാഷ്ട്രീയത്തിനോട് എന്താ പറയുക, ചായ്വുള്ള ഒരു വ്യക്തിയൊക്കെ. അങ്ങനെയാണ് 2001, അന്ന് വളരെ ചെറുപ്പമാണ്, എനിക്ക് 32-33 വയസ്സൊക്കെ കെ.ബി. ഗണേഷ് കുമാറിന് അന്ന് വളരെ യങ് ആണ്. അന്ന് മന്ത്രിയാവുന്നു. 2001 അന്ന് അദ്ദേഹം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആവുന്നു. നമുക്കറിയാം, കെ.ബി. ഗണേഷ് കുമാർ ഇന്നും ഏതൊരു പാർട്ടിയിലും, ഇന്നിപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ LDFിലാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ എതിർ പാർട്ടി നിൽക്കുന്നവരോട് ചോദിച്ചാൽ പോലും ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നത് കെ.ബി. ഗണേഷ് കുമാർ തന്നെയാണ്. കാരണം അദ്ദേഹം KSRTCയിൽ ഉണ്ടാക്കിയ ഒരുപാട് മാറ്റങ്ങൾ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടൊരിക്കൽ കുറെ ലോ ഫ്ലോ ബസ്സുകളൊക്കെ പുതിയത് വന്നതും, ഒരുപാട് KSRTCയിലെ പുതിയ ബസ്സുകളൊക്കെ വന്നപ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ ഗണേഷ് കുമാർ കൊണ്ടുവന്നാണ്, ഗണേഷ് കുമാർ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ല എന്നൊക്കെ. അദ്ദേഹം അങ്ങനെ ഭയങ്കര, എന്താ പറയുക, വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര വിഷൻ ഉള്ള ഒരു മന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തിന് അവർ KSRTCയിൽ വേറെ തരത്തിലോട്ടൊക്കെ അന്ന് കൊണ്ടുവന്നത്. അന്ന് 2001 ഗണേഷ് കുമാറിന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 52.7%. തൊട്ട് താഴെ ഉണ്ടായിരുന്ന CPIയിൽ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു 43.7%. അന്ന് BJPയുടെ AV മുരളീധരന് 2.2% മാത്രമേ ഉള്ളൂ. BJPക്ക് അവിടെ അന്ന് പണ്ട് വളരെ കുറവ് തന്നെയാണ്. 2% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2%-വും 52% തമ്മിലുള്ള ഡിഫറൻസ്. ഗണേഷ് കുമാർ 52%, ഒരു പകുതിയോളം വോട്ടുകൾ ഗണേഷ് കുമാറാണ് അന്ന് പിടിച്ചത്. ആദ്യമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതൊരു ബാലകൃഷ്ണ പിള്ളയുടെ ഒരു മകൻ എന്നുള്ള രീതിയിലും. പിന്നെ അന്ന് 2001 ഈ പറയുന്ന UDF ആണ് അന്ന് ഭരണത്തിൽ വന്നത്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു UDF തരംഗം കൂടി ഉണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2006, അതായത് അന്ന് പലരും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇതൊരു UDF തരംഗത്തിൽ അങ്ങ് കയറിപ്പോയതാണ് ഗണേഷ് കുമാർ എന്നുള്ള രീതിയിലും ചില ആളുകൾ വ്യാഖ്യാനിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും അല്ല എന്നുള്ളത് 2006 തെളിഞ്ഞു. കാരണം 2006
അന്ന് LDF ശക്തമായിട്ട് തിരിച്ചു വന്നപ്പോൾ, അന്ന് അച്യുതാനന്ദൻ ചീഫ് മിനിസ്റ്റർ ആയ ആ ഒരു മന്ത്രിസഭയിൽ അന്ന് പല പ്രമുഖരും അന്ന് UDF തോറ്റു, ഇൻക്ലൂഡിങ് ഗണേഷ് കുമാറിന്റെ അച്ഛൻ. അദ്ദേഹം സ്ഥിരമായിട്ട് കൊട്ടാരക്കരയിലായിരുന്നു. അദ്ദേഹം പണ്ട് 60കളിൽ ഈ പറയുന്ന പത്തനാപുരത്ത് MLA ആയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് കൊട്ടാരക്കരയായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് അദ്ദേഹം ഒന്ന് തോറ്റിരുന്നു. ഒരുപാട് പേര് തോറ്റപ്പോഴും കൊല്ലം ജില്ലയിൽ നിന്ന് ഒരേ ഒരു UDF MLA ആണെന്നുണ്ടായത്, അത് KB ഗണേഷ് കുമാർ ആയിരുന്നു അന്ന്. പക്ഷേ ഈ പറഞ്ഞ അച്യുതാനന്ദനായിരുന്നു, അദ്ദേഹത്തിന് അതുകൊണ്ട് മന്ത്രിയാവാൻ പറ്റിയില്ല. അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു. അന്നും 53%, അതായത് കഴിഞ്ഞ തവണത്തെക്കാട്ടും 1% കൂടുതൽ വോട്ട് ഷെയർ ആണ്, അല്ലെങ്കിൽ വോട്ടാണ് ഗണേഷ് കുമാർ പിടിച്ചത്. CPIയുടെ ചന്ദ്രമോഹൻ, അദ്ദേഹത്തിന് 42%. അതിന് മുമ്പത്തെ പ്രാവശ്യം പ്രകാശ് ബാബു 43%. BJPക്ക് 2.2, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസിൽ CPIയിലെ 1% വോട്ട് അന്ന് KB ഗണേഷ് കുമാറിന് പോയിട്ടുണ്ടെന്നാണ്. പിന്നീട് 2011 ആയി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, വീണ്ടും ഒരു UDF തരംഗം വരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രി വന്നു. അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, 2010 കഴിഞ്ഞ് 2011 ഇലക്ഷൻ്റെ ഒരു സമയം എത്തുമ്പോൾ തന്നെ അന്ന് സിനിമാക്കാരുടെ ഇടയിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു, ഇപ്പൊ UDF വരും ഭരണത്തിൽ, UDF വന്നു കഴിഞ്ഞാൽ ഗണേഷ് ചേട്ടൻ അല്ലെങ്കിൽ ഗണേശൻ മന്ത്രിയാവും, സിനിമാ മന്ത്രിയാവും. അപ്പോൾ സിനിമയ്ക്ക് ഒരുപാട്, സിനിമാ മേഖലയ്ക്ക് ഗുണം ചെയ്യും. അപ്പോൾ ആളുകളൊക്കെ അത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ അന്ന് ഗണേഷ് കുമാർ വീണ്ടും ഭൂരിപക്ഷം കൂട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ 55.6% CPMലെ K രാജഗോപാലിനെയാണ് തോൽപ്പിച്ചത്. അന്ന് K രാജഗോപാലിന് 39.7% ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇതേപോലെ തന്നെ BJPയുടെ സുഭാഷ്, അദ്ദേഹത്തിന് 2% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നും ഈ പറഞ്ഞ അദ്ദേഹത്തിന് ഇന്ന് സ്പോർട്സ്, സിനിമ, വനവകുപ്പ്, ഇത്രയും വകുപ്പുകളായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. എനിക്ക് സിനിമാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ പല തടസ്സങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹം വിചാരിച്ച പോലെ, എനിക്കൊന്ന് കുറെ ഈ ടിക്കറ്റിംഗ് പ്ലാൻസ് ഒക്കെ അന്ന് അദ്ദേഹം എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു, എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ അദ്ദേഹം അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2013 അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വന്നു. നമുക്കറിയാം, അന്ന് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ ഒരു പരാതിയുടെ പുറത്ത് അന്ന് പ്രതിപക്ഷമൊക്കെ അന്ന് ഇടതുപക്ഷം ഭരിച്ചിരുന്നു. അന്ന് പിണറായി വിജയനായിരുന്നു പ്രതിപക്ഷ നേതാവ്. അന്ന് ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള പല ചർച്ചകളൊക്കെ വന്നു. അങ്ങനെ ഗണേഷ് കുമാർ അന്ന് രാജിവെക്കേണ്ടി വന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതാണ് 2016 അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് UDFന്റെ അകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം അത് മാറി, UDF മാറി അദ്ദേഹം LDFിലേക്ക് വരുന്നു. LDFിൽ വന്നിട്ടും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിന് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ പാർട്ടി മാറി വേറെ പാർട്ടിയിലോട്ട് ആളുകൾ വരുന്നു, വിജയിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ഭൂരിപക്ഷം 52% ഭൂരിപക്ഷം. വലിയ വ്യത്യാസമൊന്നും അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ, അതായത് അദ്ദേഹത്തിന് വേണ്ട വോട്ടുകൾ, അദ്ദേഹം പിടിച്ചിരുന്ന വോട്ടുകൾ അദ്ദേഹം മുന്നണി മാറിയിട്ടും കിട്ടി എന്നുള്ളത് KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പത്തനാപുരംകാർ സപ്പോർട്ട് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കണം. അതായത് ചിഹ്നം നോക്കിയല്ലാതെ ഒരു വ്യക്തിയെ നോക്കിയ ആളുകൾ വോട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് KB ഗണേഷ് കുമാറിന് ആ വോട്ട് കിട്ടിയത്. കാരണം തൊട്ട് താഴെ അന്ന് നിന്നിരുന്നത്, അന്നൊരു 2016 ഇലക്ഷൻ പലർക്കും ഓർമ്മയുണ്ടാവും, ഒരു നിബിഡമായിരുന്നു അന്നത്തെ പ്രചാരണവും കാര്യങ്ങളൊക്കെ. കാരണം കോൺഗ്രസിൽ നിന്ന് നിന്നത് ജഗദീഷാണ്, BJPയിൽ നിന്നത് ഭീമൻ രഘുവാണ്. അപ്പോൾ അന്ന് ജഗദീഷിന് വേണ്ടി ഇവരാരും പല സിനിമാക്കാരും വന്നില്ല. KB ഗണേഷ് കുമാറിന് വേണ്ടി അന്ന് മോഹൻലാലും ഇന്നസെന്റ് എന്ന MP ആയിരുന്നു, ലോക്സഭ MP ആയിരുന്നു. ഇന്നസെന്റും സുരേഷ് ഗോപി വന്നില്ല തോന്നുന്നു. സുരേഷ് ഗോപി അപ്പോഴേക്കും BJPയിലോട്ട് കയറിയിരുന്ന കാരണം സുരേഷ് ഗോപി അന്ന് വരുന്നില്ല എന്നാണ് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. പിന്നെ നിവിൻ പോളി വന്നിരുന്നു, ദിലീപ് വന്നിരുന്നു തോന്നുന്നു. എന്തായാലും കുറെ പേര് വന്നിരുന്നു. അപ്പൊ അന്ന് ജഗദീഷ് ഇതിനെതിരെയൊക്കെ ഭയങ്കര വികാരഭരിതനായിട്ടൊക്കെ പറഞ്ഞിരുന്നു, മോഹൻലാൽ വന്നില്ലല്ലോ എന്നൊക്കെ. മോഹൻലാൽ ഗണേഷിനെ സപ്പോർട്ട്, അതായത് ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളായിട്ട് ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പോയില്ല. അതിനെതിരെ മോഹൻലാലും അതൊരു മറുപടി പറഞ്ഞിരുന്നു, ഗണേശൻ എൻ്റെ അനിയനാണ്, ഞാൻ ചെറുപ്പകാലം മുതൽ കാണുന്നതാണ്, ജഗദീഷ് എൻ്റെ ചേട്ടന്റെ കൂടെ പഠിച്ചതാണ്, എൻ്റെ അനിയനല്ല എന്നുള്ള രീതിയിലൊക്കെ അന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭീമൻ രഘു എന്ന് പറഞ്ഞാൽ ആര് വന്നാലും ഞാൻ ജയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഭീമൻ രഘു ജയിച്ചില്ല. എനിക്ക് തോന്നുന്നു അന്ന് 8% വോട്ട്, കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ BJPക്ക് അന്ന് വോട്ട് വിഹിതം കൂടിയിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ നമ്മൾ മുമ്പത്തെ എപ്പിസോഡ് പറഞ്ഞ പോലെ മോദി ഫാക്ടർ ഒരു കാരണം തന്നെയാണ്. 2014 മോദി ഭരണത്തിൽ കേന്ദ്രത്തിൽ വന്ന ശേഷം കുറച്ച് ആളുകൾ ഒരു BJPയിലോട്ടൊക്കെ വന്നു. നമുക്കറിയാം രാജസേനൊക്കെ അന്ന് BJPയിലോട്ട് വന്നത്, പിന്നീട് അദ്ദേഹം BJP വിട്ട് ഒരു ഇടതുപക്ഷത്തിലോട്ട് പോയതും അദ്ദേഹം പറഞ്ഞത് ഞാനൊക്കെ ഒരു മോദി പ്രഭാവം കണ്ടുവന്നതാണ്. പക്ഷെ ഇവിടുത്തെ BJP നേതൃത്വത്തിന്റെ പ്രശ്നങ്ങൾ കാരണം 2014 രാജസേന ഇലക്ഷനൊക്കെ നിന്നിട്ട് തോറ്റതൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ ഒരുപാട് പണമൊക്കെ നഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ ഞാൻ വളരെയധികം അപ്സെറ്റ് ആണ്, അതായത് ഇവരുടെ പ്രവർത്തനങ്ങൾ കാരണം കേരള നേതൃത്വം എന്ന് കുറച്ചു കാലം മുമ്പ്, ഇവിടെ ഒരു 1.5 വർഷം 2 വർഷമൊക്കെ അന്ന് രാജസേനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ മോദി പ്രഭാവം കാരണം BJPക്ക് വോട്ട് വീതം കൂടി. ഈ പറയുന്ന കോൺഗ്രസിന് ജഗദീഷ് വന്നിട്ട് വോട്ട് കുറഞ്ഞു, പക്ഷെ ഗണേഷ് കുമാറിന്റെ വോട്ടിന് ഒന്നും ബാധിച്ചില്ല എന്നുള്ളതാണ്.
ഇത് കഴിഞ്ഞ് 2021 ഈ പറഞ്ഞ പോലെ പിണറായിസം, അന്ന് അങ്ങനെയായിരുന്നല്ലോ, തുടർ ഭരണം വന്നപ്പോൾ പിണറായിസം. അന്ന് ഗണേഷ് കുമാറിന്റെ വോട്ട് വിഹിതം ശരിക്കും 50% താഴോട്ട് പോയി, 49%-ലെത്തി. അന്ന് ജ്യോതികുമാർ, കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാല, അദ്ദേഹത്തിന് 38%. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം ഗണേഷ് കുമാറിനെ കുറഞ്ഞു എന്നുള്ളതാണ്. BJP-യുടെ വോട്ട് 9%. ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്, ഭീമരഘു നിന്നേക്കാട്ടും 1% കൂടിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് വേറെ SDPI ഒക്കെ പോലെയുള്ള വേറെ കുറച്ച് പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ 1%, 1.5% വോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഗണേഷ് കുമാറിന്റെ വോട്ട് അവിടെ ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ഇപ്രാവശ്യം ഇപ്പൊ നിൽക്കുന്നത് നമുക്കറിയാം, ഗണേഷ് കുമാർ എൽഡിഎഫിന് വേണ്ടി നിൽക്കുന്നു. അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കല തന്നെയാണ് വീണ്ടും നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഗണേഷ് കുമാറിനെതിരെ പോരാടിയതാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം അവിടെ BJP അല്ല, BJP-യുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന 2020 പ്രശസ്ത സ്ഥാനാർത്ഥി നിർത്തുന്നത് S.അനിൽകുമാർ എന്ന അദ്ദേഹം ഒരു മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് BJP-ക്ക് ഇതുവരെ ഒരു 2 അക്കം കടന്നിട്ടില്ല. മറ്റു പല മണ്ഡലങ്ങളും നമ്മൾ പറയാൻ 2016 2 അക്കം കടന്നിരുന്നു, നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ പത്തനാപുരത്ത് 2 അക്കം കടന്നിട്ടില്ല. അതുകൊണ്ട് BJP-ക്ക് അവിടെ ജയിക്കും എന്നുള്ളൊരു വിശ്വാസം BJP-ക്ക് ഇല്ല. പക്ഷെ BJP പറ്റാവുന്ന വോട്ടുകൾ പിടിക്കുക. അപ്പുറത്ത് കോൺഗ്രസ് ആണെങ്കിൽ ശക്തമായിട്ട് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്ന കോൺഗ്രസ് പറയുന്ന ഭരണവിരുദ്ധ വികാരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ അവര് ഇപ്പോഴും പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഒന്ന് നമുക്കറിയാം, ഗണേഷ് കുമാറിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ കൂട്ടിക്കുറയ്ക്കണം. കാരണം ഒരു മാസം മുമ്പ് വരെ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുമോ എന്നുള്ളവരെ ഒരു ചർച്ച ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ 2013 അന്ന് അദ്ദേഹം രാജിവെക്കാൻ കാരണമായിരുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയുടെ പരാതിയും കാര്യങ്ങളായിരുന്നു. പിന്നീട് അതിനുശേഷം 2026 കുറച്ചും ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യ ശ്രീമതി ബിന്ദു മേനോൻ അവരൊരു പരാതി കൊടുക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതെല്ലാം പിന്നീട് അവർ പറഞ്ഞ് സോൾവ് ആക്കി മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഗണേഷ് കുമാറിന് തന്നെ സീറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 2013 അന്ന് ഗണേഷ് കുമാറിനെതിരെ സംസാരിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ പിന്നീട് ഗണേഷ് കുമാർ മുന്നണി വന്നപ്പോൾ ഗണേഷ് കുമാറിന് ഈ ആന്റണി രാജുവിനും ഗണേഷ് കുമാറിനുമായിട്ട് മാറി മാറി 2 ഘടകകക്ഷികൾക്ക് മാറി മാറി മന്ത്രി സീറ്റ് കൊടുക്കണം എന്ന് പിണറായി വിജയൻ ഒരു വാക്ക് കൊടുത്തിരുന്നുകൊണ്ട് കൊടുത്തതാണ്. അങ്ങനെ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നു. നമുക്കറിയാം ഇപ്പൊ അദ്ദേഹം KSRTC മന്ത്രിയായിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്റെ വ്യക്തി ജീവിതം നിങ്ങൾ മറന്നേക്കും, വ്യക്തി ജീവിതം നിങ്ങൾ എന്തെങ്കിലും നോക്കുന്നു, അത് വേറെ, എന്റെ പ്രവർത്തനം വേറെ. എന്റെ കുടുംബാംഗങ്ങളെക്കാട്ടും കൂടുതൽ അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളെക്കാട്ടും കൂടുതൽ ഈ നാട്ടുകാർക്ക് എന്നാണ്. ഞാൻ 25 വർഷമായിട്ട് അവരുടെ കൂടെ ജീവിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു 250 മീറ്റർ നിങ്ങൾ കറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വികസനം എന്താണെന്നുള്ളത് കാണാൻ പറ്റും. അതുകൊണ്ട് എന്റെ വ്യക്തി ജീവിതം കരിവാരിത്തേക്കിലൊന്നും നടക്കില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, പണ്ട് അദ്ദേഹം UDF ഉണ്ടായിരുന്നപ്പോൾ അന്ന് UDF ഉണ്ടായിരുന്ന പലവരും തന്നെയാണ് അന്ന് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചതും അദ്ദേഹത്തിനെ ചവിട്ടിയത് ശരിക്കും അവരൊക്കെ തന്നെയാണ്. അവരാരും ഇന്ന് സജീവ രാഷ്ട്രീയത്തിലില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ രഹസ്യമായിട്ടൊരു കണക്കെടുപ്പ് നടക്കാം. ഞാൻ എന്തായാലും ഇവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ UDF ആണെങ്കിൽ അപ്പുറത്ത് എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു പിടിക്കണം. ഈ ഇത്രയും 10-25 വർഷമായിട്ട് ഗണേഷ് കുമാറിന്റെ കയ്യിലുള്ള പത്തനാപുരം തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് UDF ശ്രമിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇപ്പോൾ UDF മുന്നോട്ട് വെക്കുന്നതും ഇപ്പോൾ ജില്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിക്കാത്ത പല പഞ്ചായത്തുകളും UDF-ന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഒരുപാട് പഞ്ചായത്തുകൾ BJP പിടിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. കാരണം ആദ്യമായിട്ട് പത്തനാപുരം, പട്ടാഴി, വടക്കേക്കര ഈ സ്ഥലങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പത്തനാപുരം മണ്ഡലം അസംബ്ലി ഇലക്ഷന് പിടിക്കുമെന്നുള്ളതാണ് UDF പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇനിയിപ്പോ ഗണേഷ് കുമാറിന്റെ ഒരു തേരോട്ടം അവസാനിക്കുമോ അതോ ഗണേഷ് കുമാറിന് തുടർന്നും പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.